മലയാളികളുടെ ക്രൂര വിനോദമായ സോഷ്യൽ മീഡിയയിൽ വരുന്ന സ്ത്രീകളുടെയും വ്യത്യസ്തരായ വ്യക്തികളുടെയും വീഡിയോകൾക്ക് താഴെ സ്വന്തം മാനസിക വൈകല്യങ്ങൾ വൃത്തികേടിന്റെ രൂപത്തിൽ എഴുതി വെക്കുക എന്നതിന് ഏറ്റവും കൂടുതൽ ഇരയായ സ്ത്രീയാണ് രേണു സുധി. ഈയിടെ അവർക്ക് ക്യാൻസർ എന്ന് കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി. അതിൽ കൂടുതൽ വിഷമം തോന്നിയത് ആ വീഡിയോക്ക് താഴെ വന്നിരിക്കുന്ന വൃത്തികെട്ട കമന്റുകൾ കണ്ടപ്പോഴാണ്. രേണു സുധി സമൂഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തിയല്ല, ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ആളുമല്ല. പക്ഷെ അവർ ചർച്ചയാകുന്നത് സമൂഹത്തിന്റെ പിന്തിരിപ്പൻ രീതികൾ ഈ 2026 കാണുമ്പോഴാണ്. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ എങ്ങനെ ജീവിക്കണം എന്ന സമവാക്യങ്ങളെ ഇല്ലാതാക്കിയ ആളാണ് രേണു. സ്വന്തം ഭർത്താവിന്റെ പേര് വരെ മുന്നോട്ടുള്ള യാത്രയിൽ ഉപകരണമാക്കിയവൾ. പല്ലി, ഓന്ത്, നോക്കുകുത്തി, അസ്ഥികൂടം, പല്ലുകൾ പാറക്കമ്പികളാണ് തുടങ്ങിയ ആവർത്തിച്ചുള്ള കളിയാക്കലുകളെ അവഗണിച്ചാണ് അവർ ബിഗ് ബോസിലും ദുബൈയിലും ഖത്തറിലുമെല്ലാം പോയത്. പാട്ടുകൾ പാടി ഹിറ്റാക്കിയത്, ചെമ്പരത്തി പോലുള്ള ബാറുകളിൽ പോയി നൃത്തമാടിയത്. എങ്കിലും അതെല്ലാം കാണുമ്പോൾ സങ്കടങ്ങൾ ഉള്ളിൽ വെച്ച് ജീവിക്കാൻ വീണ് കിട്ടിയ വഴി, അത് തന്നെ ട്രോളി രസിക്കാനുള്ള മാനസിക വൈകല്യത്തിന്റെ പേരിലായാലും അതുവഴി ജീവിക്കാനുള്ള വക തേടുക എന്നാണ് അവർ കണക്കാക്കിയതെന്ന് തോന്നുമായിരുന്നു. തന്നെ ട്രോളാനാണ് ഓൺലൈൻ മീഡിയ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് അറിയാമെങ്കിലും തമന്നയെ പോലെ, കാജലിനെ പോലെ എന്നൊക്കെയുള്ള ട്രോള് ചോദ്യങ്ങൾക്കും അവർ ആ വിഷമം ഉള്ളിലടക്കി മറുപടി പറയുന്നത്. തനിക്കൊരു മാനേജർ കരിഷ്മയുണ്ടെന്ന് പറയുമ്പോൾ അതുവഴി താൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു, കാശ് കൂടുതൽ വേണം എന്ന് പറയാതെ പറയാനുള്ള അവരുടെ ബുദ്ധി. ഇതെല്ലാം കാണുമ്പോൾ ഹാറ്റ്സ് ഓഫ് ടു രേണു സുധി എന്നതിനോടൊപ്പം അവർ എന്തോ വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നു എന്നും അത് പറഞ്ഞാലും കല്ലെറിയുന്ന സമൂഹത്തിന്റെ മുന്നിൽ അതെല്ലാം നീക്കി വെക്കുന്നു എന്നും തോന്നുമായിരുന്നു. ക്യാൻസർ എന്ന പോസ്റ്റിൽ കല്ലെറിയുന്നവർ ആ തോന്നലിനെ പൂർണ്ണമായും ശരിവെക്കുന്നു. പൊതുവായി ഞാൻ ആലോചിക്കുന്നത് ഇതാണ്: ഒരുവനോ ഒരുവളോ സമൂഹം കൽപ്പിക്കുന്ന ശാരീരിക സൗന്ദര്യത്തിനും ശാരീരിക അളവുകൾക്കും അവർ കൽപ്പിക്കുന്ന പെരുമാറ്റ ചട്ടക്കൂടുകൾക്കും ഉള്ളിൽ നിന്നില്ലെങ്കിൽ അവരുടെ ദുഃഖം പോലും കണക്കിലെടുക്കപ്പെടേണ്ട എന്നാണ്. അതുകൊണ്ടാണ് ഇന്ദ്രൻസിനെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കാരണം അദ്ദേഹം ഈ ചോദ്യത്തിന്റെ മറ്റൊരു വശമാണ്. ശരിയാണ്, ഇന്ദ്രൻസിന്റെ അതിവിനയത്തെ ഞാനും വിമർശിച്ചിട്ടുണ്ട്. കാരണം അതിവിനയങ്ങളെല്ലാം കാര്യം കാണാനാണ് എന്ന നമ്മുടെ സമൂഹത്തിന്റെ ചിന്ത അത് എന്നിലും ഉറച്ചിരുന്നു. പക്ഷേ ഈയിടെ തന്റെ അതിവിനയത്തിന്റെ മറുവശം അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ശരിക്കും അദ്ദേഹത്തിനോട് സോറി പറയണമെന്ന് തോന്നിയത്. ശാരീരിക കഴിവുകൾക്കും അളവുകൾക്കും മനുഷ്യന്റെ ചിന്തകൾക്കപ്പുറം സ്ഥാനം നൽകുന്ന സമൂഹത്തിൽ, പ്രത്യേകിച്ച് സിനിമയിൽ അവസാന സ്ഥാനക്കാരനാക്കി മാറ്റി നിർത്തപ്പെടുമ്പോഴുള്ള അന്യതാബോധം, സ്വന്തം ശരീരത്തെ അനാവശ്യമായി കളിയാക്കലിനുള്ള ഉപകരണമാക്കുക, അതിന്റെ പേരിൽ അവസരങ്ങളും സൗകര്യങ്ങളും നിഷേധിക്കപ്പെട്ട് അവസാന സ്ഥാനക്കാരനാകുക, കിട്ടുന്ന റോളുകൾ ആ കുറവുകളെ തന്നെ പെരുപ്പിച്ചു കാണിക്കുന്ന കോമാളി വേഷങ്ങളാകുക, ഒരു മനുഷ്യൻ താൻ ജീവിതകാലം മുഴുവൻ മാറ്റി നിർത്തപ്പെടേണ്ടയാളാണ് എന്ന് മരിക്കും വരെ ചിന്തിച്ചു പോകാൻ ഇതൊക്കെ ധാരാളം മതിയാകും. എത്ര വലിയ വിജയങ്ങൾ പിന്നീട് വന്നാലും ആദ്യകാല അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന സെൽഫ് റെസ്പെക്റ്റിന്റെ കുറവ്, സെൽഫ് വർത്തിന്റെ കുറവ് പിന്നെ പൂർണ്ണമായും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. നിലത്തുറച്ചു ചവിട്ടി, നെഞ്ചുയർത്തി, തല ഉയർത്തിപ്പിടിച്ച് ആത്മവിശ്വാസത്തോടെ സമൂഹത്തോട് ഇടപഴകുന്ന മൂഡ്സ് പരസ്യത്തിലെ പുരുഷന്മാരെ നാം അംഗീകരിക്കും. പക്ഷെ അതേ സമൂഹം തന്നെയാണ് ബോഡി ഷെയ്മിങ്ങിലൂടെയും പരിഹാസങ്ങളിലൂടെയും അയാളെ മാറ്റി നിർത്തി കാൽച്ചുവട്ടിലെ മണ്ണ് കളയുന്നതെന്ന് വരുമ്പോൾ ഭവ്യത ചിലപ്പോൾ കൂടപ്പിറപ്പാകുമായിരിക്കും. ഭവ്യതയെ ഒരിക്കലും കൂടപ്പിറപ്പാക്കിയില്ലെങ്കിലും എനിക്കും സമാന അനുഭവങ്ങൾ വളരെ മുമ്പുണ്ടായിട്ടുണ്ട്. എന്റെ കൗമാരകാല ഫോട്ടോകൾ കണ്ടാൽ അറിയാം, കൂട്ടത്തിൽ നിന്ന് പിന്നിൽ സങ്കോചത്തോടെ, വിളറിയ മുഖത്തോടെ, കൂടെയുണ്ടെങ്കിലും ഒന്നിലും പെടാത്ത പോലെ ഞാൻ നിൽക്കുന്ന കാഴ്ച. അത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. എന്റെ ശരീരം, പെരുമാറ്റം, കറുത്ത നിറം, ഈ പതിഞ്ഞ മൂക്ക്, മെല്ലിച്ച ശരീരം തുടങ്ങി തങ്ങൾക്ക് ആയുധമാക്കാവുന്ന എല്ലാ കുറവുകളെയും അല്ലെങ്കിൽ കുറവുകളെന്ന് അവർ ധരിച്ചു വെച്ചതിനെയും സ്ഥിരമായി ചിലർ കളിയാക്കി രസിക്കാനും അവരുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റികൾ മറക്കാനുമുള്ള ആയുധങ്ങളായി ഉപയോഗിച്ചപ്പോഴാണ് ഞാൻ അത്തരത്തിൽ മാറിയത്. പതുക്കെ, ഗ്രാജ്വലി. അങ്ങനെ സങ്കോചപ്പെട്ട് മാറി നിൽക്കുമ്പോൾ എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ്, അനുഭാവം കാണിക്കുന്ന ചില മുഖങ്ങൾ മാനിപ്പുലേഷൻ ആണ്. നമ്മൾ അവരെ ഓവറായി ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യുകയാണ്, അവർ നമ്മെ കൺട്രോൾ ചെയ്യുകയാണ്, നമ്മൾ ഓവർ ഷെയർ ചെയ്യുകയാണ് എന്നറിയാമെങ്കിലും ആകെ കിട്ടിയ കച്ചിത്തുരുമ്പായതുകൊണ്ട് അത്തരം മാനിപ്പുലേറ്റീവ് സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും നിന്നുകൊടുക്കലായിരുന്നു. എല്ലാ കാര്യങ്ങളും ചോദിക്കാതെ തന്നെ പങ്കുവെച്ച്, എല്ലാ കാര്യങ്ങളിലും അവരുടെ അപ്രൂവൽ സീൽ ചോദിച്ച്, അതിനെക്കുറിച്ചെല്ലാം കൃത്യമായി ബോധ്യം വന്ന് സെൽഫ് ഇമേജ്, സെൽഫ് റെസ്പെക്ട്, സെൽഫ് വർത്ത് എന്നിവയുണ്ടാക്കാൻ ഞാൻ നടത്തിയ ശ്രമങ്ങളുടെ കഥകളാണ് കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ ഞാൻ എൻ്റെ വ്ളോഗിൽ നിങ്ങളോട് പങ്കുവച്ചിരുന്നത്.
ഇന്ന് എൻ്റെ ശരീരത്തെ പറ്റിയോ പെരുമാറ്റങ്ങളെ പറ്റിയോ എന്നെ സംബന്ധിച്ച ഒരു കാര്യത്തെ പറ്റിയോ സാധാരണയിൽ കവിഞ്ഞ ഇൻസെക്യൂരിറ്റികൾ ഒന്നും എൻ്റെ മനസ്സിലില്ലാത്തത് ആ ശ്രമങ്ങളുടെ ഫലമായാണ്. മേ ബി ഇന്ദ്രൻസ് ഈസ് നോട്ട് ഏബിൾ ടു വാക്ക് ദാറ്റ് വാക്ക് ബാക്ക്. പറയാനുള്ളത് ഒരു ചെറിയ കാര്യമാണ്. വെറുതെ വിടുക രേണുമാരെയും ഇന്ദ്രൻസുമാരെയും ഇനിയെങ്കിലും. സായി കൃഷ്ണ ചെയ്തതുപോലെ അവരെ വിമർശിച്ചുണ്ടാക്കിയ വീഡിയോകളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം അവർക്ക് നൽകും എന്ന മനസ്കഥയൊന്നും കാണിക്കേണ്ട. പക്ഷേ പുതിയ രേണുമാരെയും ഇന്ദ്രൻസുമാരെയും ജീവിക്കാൻ അനുവദിക്കുക അവരുടെ ഇഷ്ടത്തിന്. എന്നിട്ട് നിങ്ങൾ ജീവിക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന്. ഉള്ളിലെ ആശകളും പ്രതീക്ഷകളുമെല്ലാം മാറ്റിവെച്ച് ഫ്രസ്ട്രേഷനിൽ മുഴുകുന്ന ജീവിതങ്ങൾ ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ലോക്ക് ചെയ്യപ്പെട്ട ഫേക്ക് പ്രൊഫൈലുകൾ വിഷവും ഛർദിലും തുപ്പുന്നത്. അങ്ങനെ നോക്കുമ്പോൾ രേണുവിന്റെ വീഡിയോകളുടെ താഴെ നെഗറ്റീവ് കമന്റ് ഇടുന്നവരെക്കാൾ എത്രയോ മുകളിലാണ് രേണുവിന്റെ സ്ഥാനം. സോ ഹിയർ ഈസ് ഹോപ്പിംഗ് ഫോർ കംപ്ലീറ്റ് റിക്കവറി ഓഫ് രേണു സുധി. അവർ പഴയതിലും ശക്തയായി തിരിച്ചു വരട്ടെ. വി ക്യാൻ ഓൺലി പ്രേ. മറ്റുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയതുപോലെ രേണു ഈ കാര്യത്തിലൂടെയും സ്വയം തന്നെ കടന്നു പോകണം.